എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഒരുപാട് കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ പ്രണയത്തെ തുറന്നു പറയാൻ ഇതിലും നല്ലൊരു പാട്ട് വേറെ ഉണ്ടോ? ദൂരതീരങ്ങളും മുഖതാരങ്ങളും. യെസ്, പ്യുവർ ഗിരീഷ് പുത്തഞ്ചേരി മാജിക്. ഇത്ര മനോഹരമായിട്ടുള്ള പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരി പാട്ടെഴുതാനുള്ള തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ ഒരു ഗംഭീരമായിട്ടുള്ള കഥയുണ്ട്. സ്കൂൾ കാലഘട്ടം. അന്ന് കുട്ടികളെ ഈ ബെനിഫിറ്റ് ഷോ കാണിക്കാൻ പോകുന്നൊരു പതിവുണ്ട്. അതിനുള്ള ഫീസ് എന്ന് പറയുന്നത് 40 പൈസയാണ്. 25 പൈസ ടിക്കറ്റിനും 15 പൈസ ചായയും പലഹാരങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അന്ന് ഒരു ശരാശരി മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ട് ആയിരുന്നു ഈ 40 പൈസ എന്ന് പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ അവിടുത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയാണ് ഗിരീഷ് പുത്തഞ്ചേരി വളർന്നു വന്നത്. പക്ഷേ ഈ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം അന്ന് ആ മനസ്സിൽ പൊട്ടിമുളയ്ക്കുകയാണ്. ഈ ആഗ്രഹം ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു. ഒരു 25 പൈസ അയൽവക്കത്തൊന്നും മറ്റേ കടം വാങ്ങിയതാണ്. ആ പൈസ കൊണ്ടുവന്ന് അമ്മ ഗിരീഷിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ സിനിമ കണ്ടോ, പക്ഷേ ചായ കുടിക്കണ്ട. കുപ്പിവള എന്ന് പറയുന്ന സിനിമയായിരുന്നു അന്ന് അവിടെ ബെനിഫിറ്റ് ഷോയ്ക്ക് വേണ്ടി പ്ലേ ചെയ്തത്. അതിൻ്റെ ഇൻ്റർവെലായപ്പോൾ സാറ് വന്ന് കുട്ടികളോട് പറഞ്ഞു, ചായക്കും പലഹാരത്തിനും പൈസ കൊടുത്തിട്ടുള്ള കുട്ടികൾ പുറത്തേക്ക് വരണം. ഗിരീഷ് പുത്തഞ്ചേരി തിയേറ്ററിനുള്ളിൽ തന്നെ ഇരുന്നു. അവിടെ വെച്ച് അവരൊരു തീരുമാനം എടുക്കുകയാണ്, എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണം. ആ തീരുമാനത്തിന് ശേഷം തിയേറ്ററിനുള്ളിലിരുന്ന് ഗിരീഷ് പുത്തഞ്ചേരി കുപ്പിവള എന്ന് പറയുന്ന സിനിമയിലെ മുഴുവൻ പാട്ടും ഒറ്റയിരിപ്പിന് കാണാപ്പാടം പഠിച്ചു. തിരിഞ്ഞു പോകുന്ന വഴിക്ക് വഴിനീളെ ഈ പാട്ടുകളെല്ലാം പാടിക്കൊണ്ട് നടന്നു. അതായിരുന്നു പാട്ടെഴുതിലെ ആദ്യത്തെ ചുവടുവയ്പ്. പിന്നീട് പടിപ്പടിയായി സിനിമയിലെത്തിയതിനു ശേഷം ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ്. ആ പ്രൈം ടൈമിൽ ഗിരീഷ് പുത്തഞ്ചേരിയെ കൊണ്ട് വരികൾ എഴുതിക്കാത്ത മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടോ എന്നത് സംശയമായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടുകളിലെ ദ ബെസ്റ്റ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ എനിക്ക് പ്രയാസമായിരിക്കും. എന്നാലും ആ കൂടെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂയിടുമോ